കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ മോശമായി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയോ ഇവരിപ്പം ഈ SITയിൽ വിശ്വാസമില്ലെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു തരാം സിത, റോണി കെ ബേബിക്ക് പറയാൻ പറ്റില്ല. കാര്യം കോൺഗ്രസ്സുകാരുടെ പേര് വന്നു. കോൺഗ്രസ്സുകാരെ ഇനിയും വിളിപ്പിക്കുവോ, അന്വേഷിക്കാനോ, അറസ്റ്റിലേക്ക് പോവുമോ, അജയ് തറയലിനെ അടൂർ പ്രകാശിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇപ്പോഴേ നേരത്തെ എറിഞ്ഞിരിക്കുകയാണ്. എന്താ എറിഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന SITയിൽ വിശ്വാസമില്ല. നോക്കൂ, SITയിൽ കോൺഗ്രസ്സുകാർ വിശ്വസിക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. SITയുടെ വിശ്വാസം ഇപ്പം നോക്കൂ, ആരാണോ ഇതിനെ മോണിറ്റർ ചെയ്യുന്നത്, ഈ പറഞ്ഞ അയ്യപ്പൻ്റെ ഗാർഡിയനായിട്ട് ആക്ട് ചെയ്യുന്നത് ഹൈക്കോടതിയാണെങ്കിൽ ആ ഹൈക്കോടതിക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി. ആ ഹൈക്കോടതിക്ക്, ഡിവിഷൻ ബെഞ്ചിന്, ദേവസ്വം ബെഞ്ചിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് എന്തുകൊണ്ട് ഇതിനകത്ത് സംശയം വരുന്നു എന്ന് ചോദിച്ചാൽ, SITയുടെ അന്വേഷണം ഈ പറയുന്ന ഈ ദ്വാരപാലക പ്രതിമയിൽ നിന്ന് അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ നിന്ന് മാറി കൊടിമരത്തിലേക്കും മറ്റ് ഓരോ ഘട്ടത്തിലേക്കും കടക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പം SITക്ക് വലിയ പവർ ഉണ്ടാകാൻ പോകുന്നു. SIT ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അകത്തോട്ട് കയറി പോകാൻ പോവാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് പലരുടെയും പൊസിഷനെ അപ്സെറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ SITയുടെ കാര്യത്തിൽ ആൾക്കാർ സംശയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ്സുകാർക്ക് അതിനൊത്തിരി ബുദ്ധിമുട്ടുണ്ടാവും.